ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ, വിവാഹ നിശ്ചയം നടത്തിയിട്ടുള്ളവരാണ് ഇത് കേൾക്കുന്ന നിങ്ങളിൽ പലരും. വിവാഹ നിശ്ചയത്തിൻ്റെ ആ എക്സൈറ്റ്മെൻറ്റ്, സന്തോഷം നിങ്ങളിൽ പലരും അനുഭവിച്ചിട്ടുണ്ട്. എന്തുമാത്രം സ്വപ്നങ്ങളാണ് നമ്മുടെ മനസ്സുകളിലേക്ക് വന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും നല്ല നല്ല സ്വപ്നങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടാകും. ഇത്തരത്തിൽ വിശുദ്ധ യൗസേപ്പുമായി വിവാഹ നിശ്ചയം ചെയ്തിരുന്ന പരിശുദ്ധ കന്യകയുടെ അടുത്തേക്ക് ഗബ്രിയേൽ ദൈവദൂതൻ വരികയാണ്. തീർച്ചയായിട്ടും ഉത്ഭവ പാപത്തിൻ്റെ കറയില്ലാതെ സൃഷ്ടിക്കപ്പെട്ടവളാണ് പരിശുദ്ധ അമ്മ. അതിനാൽ തന്നെ വിവാഹ നിശ്ചയം ചെയ്തിരുന്ന ഈ കന്യകയുടെ മനസ്സിലെ ആഗ്രഹങ്ങൾ അത്രമാത്രം വിശുദ്ധവും ആയിരുന്നിരിക്കണം. കുടുംബജീവിതത്തിലേക്ക് കടക്കുമ്പോൾ ഭർത്താവിനെ എങ്ങനെ പരിചരിക്കണം, തന്നെ തന്നെ പൂർണ്ണമായി എപ്രകാരം ഭർത്താവിന് നൽകണം എന്നതിനെക്കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള പരിശുദ്ധമായിട്ടുള്ള സ്വപ്നങ്ങൾ ഈ കന്യകയ്ക്ക് ഉണ്ടായിരുന്നിരിക്കണം. തങ്ങൾക്കുണ്ടാകുന്ന കുഞ്ഞുങ്ങൾക്ക് അല്ലെങ്കിൽ അവരെ എങ്ങനെ വളർത്തണമെന്നുള്ള പരിശുദ്ധമായിട്ടുള്ള സ്വപ്നവും ഈ കന്യകയുടെ മനസ്സിൽ ഉണ്ടായിരുന്നിരിക്കണം. എന്നാൽ വിവാഹ നിശ്ചയം ചെയ്തിരുന്ന ഈ കന്യകയുടെ അടുത്തേക്ക് വിശുദ്ധ ഗബ്രിയേൽ ദൂതൻ വരുന്നതോടുകൂടെ എല്ലാം മാറി മറിയുകയാണ്. പ്രിയപ്പെട്ടവരെ, വ്യക്തമായിട്ടുള്ള ഒരു പ്രോജക്റ്റ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങൾക്കും ഉണ്ട്. നാം പുതിയതായി ഒരു ജോലിയിലേക്ക് പ്രവേശിക്കുമ്പോൾ, ഒരു വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു പുതിയ സംരംഭം തുടങ്ങുമ്പോൾ, ഇങ്ങനെ ഏത് കാര്യത്തിനും വ്യക്തമായിട്ടുള്ള ഒരു പ്രൊജക്റ്റ്, വ്യക്തമായിട്ടുള്ള ഒരു പ്ലാൻ നമുക്ക് ഉണ്ട്. ഇങ്ങനെ വ്യക്തമായിട്ടുള്ള പ്ലാനോടുകൂടെ വിവാഹ നിശ്ചയം കഴിഞ്ഞ കന്യകയുടെ അടുത്തേക്ക് ദൈവം തൻ്റെ ഒരു പ്രൊജക്റ്റ് വയ്ക്കുകയാണ്. ഒരു ഡിവൈൻ പ്രൊജക്റ്റ് ഈ കന്യകയുടെ മുമ്പിൽ സമർപ്പിക്കുകയാണ്. തൻ്റെ പ്ലാനോടുകൂടെ ദൈവത്തിൻ്റെ പ്ലാൻ പൂർണ്ണമായും സ്വീകരിക്കുന്ന ഈ കന്യകയെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അത് എല്ലാവരുടെയും രക്ഷയ്ക്ക് കാരണമായിട്ട് മാറുന്നു. ഈ പരിശുദ്ധ കന്യക അതേ നിന്റെ ഇഷ്ടം പോലെ നിറവേറട്ടെ എന്നുള്ള വചനം കൊണ്ട് ആ രക്ഷാകര ചരിത്രത്തിൻ്റെ ഭാഗമായിട്ട് മാറുകയാണ്. എന്തുമാത്രം സുന്ദരവും ദൈവികവുമായിട്ടുള്ള നിമിഷമാണ് അത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലും നമുക്കും പല രീതിയിലുള്ള പ്ലാനുകൾ ഉണ്ട്, പ്രൊജക്റ്റുകൾ ഉണ്ട്. അതിൻ്റെ ഒപ്പം ഓരോ ദിവസവും നമുക്ക് ഓരോ പദ്ധതിയുണ്ട്. ഓരോ ദിവസത്തെക്കുറിച്ചും വ്യക്തമായിട്ടുള്ള പ്ലാൻ നമുക്കുണ്ട്. എന്നാൽ അതേസമയം തന്നെ പരിശുദ്ധ കന്യകയുടെ അടുത്തേക്ക് ഗബ്രിയേൽ ദൈവദൂതൻ വന്നതുപോലെ, ദൈവത്തിൻ്റെ സന്ദേശവുമായി വന്നതുപോലെ, ദൈവം തൻ്റെ സന്ദേശം ഓരോ ദിവസവും നമ്മുടെ അടുത്തേക്കും അയക്കുന്നുണ്ട്. ഇത് നാം എപ്രകാരമാണ് കൈകാര്യം ചെയ്യുന്നത്? ആദ്യമായിട്ട് തന്നെ ദൈവത്തിൻ്റെ സ്വരം നാം ശ്രവിക്കുന്നുണ്ടോ എന്ന് ഒരു പ്രസക്തമായിട്ടുള്ളൊരു ചോദ്യമുണ്ട്. അതിന് ദൈവത്തിൻ്റെ മുമ്പിൽ ധ്യാനപൂർവം ഇരിക്കാനായിട്ടുള്ള മനസ്സ് കാണിക്കണം എല്ലാ ദിവസവും. എങ്കിലേ നമ്മുടെ പദ്ധതികളോടൊപ്പം ദൈവിക പദ്ധതിയെ കൂട്ടിച്ചേർത്ത് വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ ദൈവിക പദ്ധതിക്ക് മുൻഗണന കൊടുക്കുവാനായിട്ടും, അങ്ങനെ അത് നമുക്ക് ചുറ്റുമുള്ളവരുടെ രക്ഷയിലേക്ക് അത് കാരണമായിട്ട് മാറുകയും ചെയ്യുകയുള്ളൂ. ആ ഡിവൈൻ പ്ലാൻ തീർച്ചയായിട്ടും നാം ഓരോ ദിവസവും സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. ദൈവികമായിട്ടുള്ള ഒരു പ്രൊജക്റ്റ്, ദൈവത്തിൻ്റെ സന്ദേശം എല്ലാവർക്കും എല്ലാ ദിവസവും ലഭിക്കുന്നുണ്ട്. ഇവിടെയാണ് പരിശുദ്ധ അമ്മയുടെ പ്രസക്തി. നമുക്കറിയാം, ഒരു ശില്പം രണ്ട് രീതിയിൽ നിർമ്മിക്കാനായിട്ട് ഒരു ശില്പിക്ക് സാധിക്കും. ഒന്നാമതായിട്ട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ലഭിക്കുന്ന റോ മെറ്റീരിയൽസ്, അസംസ്കൃത വസ്തുക്കളുണ്ട്. ഇത്
ഉപയോഗിച്ചുകൊണ്ട് കൈകൾ കൊണ്ട് ആ ശില്പത്തെ മെനഞ്ഞെടുക്കുവാനായിട്ട് സാധിക്കും. അത് പക്ഷേ ദീർഘമായിട്ടുള്ള ഒരു പ്രോസസ്സാണ്, ചിലവേറിയതാണ്, അപകടവും പതിയിരിക്കുന്നുണ്ട്. ഏതെങ്കിലും രീതിയിലുള്ള ഒരു അശ്രദ്ധ മതി അത് വലിയ ആ പണിത് വച്ചിരിക്കുന്ന ശില്പം മുഴുവനും താറുമാറാകുവാനായിട്ട്. എന്നാൽ രണ്ടാമത്തെ രീതി വളരെ എളുപ്പമുള്ളതാണ്. അത് ഒരു മോൾഡ് രൂപീകരിക്കുക. അതായത് അത് ഒരു വ്യക്തമായിട്ടുള്ളൊരു മോൾഡ് ഒരു അച്ച്, ഒരു വാർപ്പ് രൂപം നാം സൃഷ്ടിക്കുകയാണെങ്കിൽ ശില്പിയെ സംബന്ധിച്ചിടത്തോളം ഒരു രൂപം സൃഷ്ടിച്ചെടുക്കുക നിഷ്പ്രയാസമാണ്. അത് എളുപ്പമുള്ളതാണ്, വളരെ വേഗത്തിൽ തീരുന്നതാണ്. അതുപോലെ തന്നെ വളരെ ഈസി ആയിട്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ റോ മെറ്റീരിയൽസിനെ കൈകാര്യം ചെയ്യുവാനായിട്ടും സാധിക്കും. അപകട സാധ്യതയും വളരെ കുറവാണ്. മോൾഡ് ഉപയോഗിക്കുമ്പോൾ, ഒരു അച്ച് ഉപയോഗിക്കുമ്പോൾ കാര്യങ്ങൾ വളരെ എളുപ്പമാണ്. ഇങ്ങനെ ദൈവം തൻ്റെ പദ്ധതി പൂർത്തീകരിക്കുവാനായിട്ട് നമുക്കെല്ലാവർക്കും അനുകരിക്കാൻ പറ്റിയ, ക്രിസ്തുവിലേക്ക് എത്തിച്ചേരാനായിട്ട്, ക്രിസ്തു നമ്മിൽ രൂപപ്പെടുവാനായിട്ട് രൂപപ്പെടുത്തിയ ഒരു അച്ചാണ്, ഒരു മനോഹരമായിട്ടുള്ള ഒരു മോഡലാണ്, റോൾ മോഡലാണ് പരിശുദ്ധ കന്യകാമറിയം. അനുകരണീയമായിട്ടുള്ള മാതൃക, ഏറ്റവും അനുകരണീയമായിട്ടുള്ള മാതൃക. ഉത്ഭവ പാപം ഇല്ലാതെ ജനിച്ചുവെന്ന് മാത്രമല്ല, പാപരഹിതയായി അവൾ ഈ ഭൂമിയിൽ ജീവിക്കുകയും ചെയ്തു. ഇങ്ങനെ ദൈവം നമുക്കായി നൽകിയ ക്രിസ്തുവിനെ രൂപപ്പെടുത്തുവാനായിട്ട്, നമ്മിൽ ക്രിസ്തുവിനെ രൂപപ്പെടുത്തുവാനായിട്ട് ദൈവം നൽകിയ മനോഹരമായിട്ടുള്ള റോൾ മോഡൽ മാതൃകയാണ് പരിശുദ്ധ കന്യകാമറിയം. പരിശുദ്ധ കന്യകയുടെ അമലോത്ഭവ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നാം നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവത്തിൻ്റെ പ്രൊജക്റ്റ്, ദൈവത്തിൻ്റെ മെസ്സേജ്, ഓരോ ദിവസവും നമുക്ക് ലഭിക്കുന്ന മെസ്സേജ് നാം ശ്രവിക്കാറുണ്ടോ? അതിനുവേണ്ടിയുള്ള ശ്രമം ഏതെങ്കിലും ദിവസം നാം നടത്താറുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താം. പരിശുദ്ധ കന്യകയുടെ മാധ്യസ്ഥത്തിലൂടെ ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.